ഇന്നൊരു സൺഡേ ആണ്. സൺഡേ റീസെറ്റിംഗ് ആണ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ റൂം കിടക്കുന്ന കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യം ഫുൾ റൂം ഒന്ന് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഞങ്ങൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ പക്ഷെ ആഴ്ചയില് ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾ ക്ലീൻ ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ വീണ്ടും അത് മെസ്സ് ചെയ്യും ഭയങ്കരമായിട്ട്. അത് ചെറുതായിട്ട് അടുക്കി പെറുക്കി വെക്കുകയുള്ളൂ. പക്ഷെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്ന എല്ലാം ഒരു ദിവസമായിരിക്കും, മാസത്തിലൊരിക്കൽ. സോ ദിസ് ഈസ് ദ ഡേ. റൂം കാണിച്ചു തരാം. ക്ലീൻ ചെയ്യൽ ആദ്യം റൂം കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ റൂമിന്റെ കണ്ടീഷൻ. വെരി വേഴ്സ്. നമുക്കിത് മാറ്റിയെടുക്കാം. എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ലക്ഷ്യം ആ സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങാം. അവിടെയാണ് നമുക്കിങ്ങനെ തുടങ്ങാം. ഇതിനുള്ള ഞങ്ങളുടെ അത്യാവശ്യ സാമഗ്രികൾ ഒക്കെ ഉണ്ട്. പഴംപൊരി ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിൽ നിറയെ ക്ലിപ്സ് ഉണ്ട്. അപ്പം ഇതില് ഫുള്ള് ഇതില് 1, 2, 3 സംതിങ് ക്ലിപ്സേ ഉള്ളൂ. പക്ഷെ ലാസ്റ്റ് കാണിച്ചാൽ ഇതിൽ എന്തോരം ക്ലിപ്സ് വരും. ഇടയ്ക്ക് പറക്കുമ്പോ കൊറേ കിട്ടും കാണാണ്ടോ. ഇതൊക്കെ ഇത് ഫുള്ള് ക്ലിപ്സ് ഒക്കെ ഇടുന്നതാണ്. കൊറേ ഉണ്ട്, നോക്കോ. അത് ഫുള്ള് നിറയും. അത് ഉറപ്പാ. കാണിച്ചു തരാം ലാസ്റ്റ്. ഞങ്ങളുടെ ബാത്റൂം ഓൾമോസ്റ്റ് ക്ലീൻ ആണ്. അത് എപ്പോഴും തന്നെ ക്ലീൻ ആക്കി ഇടാറുണ്ട്. പെട്ടെന്ന് ഓക്കെ. ഇനി ഇവിടെ ക്ലീൻ ചെയ്യണം. ഇവിടെ ക്ലീൻ ചെയ്യണം. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ അവിടം നമുക്ക് പൊളിക്കും നമ്മള്. പിന്നെ ഉള്ള ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പകുതി സാധനം അപ്പുറത്തെ റൂമിലും ഉണ്ടാവും. അതാണ് അതിന് തപ്പിപ്പെടുക്കുമ്പോ അവര് ക്ലീൻ ചെയ്യുമ്പം കിട്ടും ഈ റൂമിലത്തെ. ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്യുമ്പോ അവരുടെ എന്തെങ്കിലും കിട്ടും, അത് കൊണ്ടു കൊടുക്കും. ഞങ്ങളുടെ അവിടെ മാറാലല്ലേ, മറ്റേ 8 കാലി വല എന്ന് പറയാ. നിങ്ങളുടെ അവിടെ എന്താ പറയാ? ചുക്കിലി. അതിനെ കണ്ടിട്ട് എങ്ങനെ നിനക്ക് ചുക്കിലി എന്ന് പറയാ? ചുക്കിലിന്നും പറയും, ചുക്കിലിന്നും പറയും. മാറാലേ അതൊന്നും പറയില്ല. അല്ലെങ്കിൽ 8 കാലി വല ഈസ് ഫൈൻ. അതും മതി. സമയം ഇപ്പോ 10:34 ആയിട്ടുള്ളൂ. നമ്മൾ എത്ര മണിക്ക് എണിച്ചു? ഇന്നലെ നമ്മള് കിടന്ന സമയം ആദ്യം പറഞ്ഞു. ഞങ്ങള് ഒരു അറൌണ്ട് 8 ഒക്കെ ആയപ്പോ കിടന്നു, ഉറങ്ങി, മടുത്തായിരുന്നു. സോ 8 ആയപ്പോ കിടന്നിട്ട് നമ്മൾ ഇന്ന് 8 ആയപ്പോ എണീറ്റല്ലേ? 12 hours sleep. 7:34. ഞങ്ങള് വേഗം കിടന്നുറങ്ങി. ഞങ്ങൾ നല്ല ഷോപ്പിങ്ങിൽ പോയി വന്നപ്പോഴേക്കും മടുത്ത്. സ്കൂൾക്ക് ഇതറായി. അമ്മേ, ഓ നീടെ മാസ്ക് ഉണ്ടോ? ക്ലിപ്പ് നമ്പർ N. X or N. ക്ലിപ്പ് നമ്പർ Y. തീരെ ക്ഷാമല്ലാത്തൊരു സംഭവമാണ് ക്ലിപ്പ്. ക്ലിപ്പും കൊറേ ബണ്ണും. ബൺ മീൻസ് എന്താ പറയാ? ബുഷ്. ഹെയർ ടൈ. ബുഷ്. ഇതേന്റെ മറ്റേതോറ് വരും. മോയന്റെ എന്തേ അവന്റെ അവിടെ എന്താ പറയാ? ഈ ഹെയർ ടൈ ആലപ്പുഴയല്ലേ? ആലപ്പുഴ എല്ലാരും അങ്ങനെ പറയാൻ എനിക്കറിയില്ല കേട്ടോ. One of the Alappuzha guy we know tells Pulu. She is from Thrissur. Thrissur അല്ലേ? She tells bun. എനിക്ക് അങ്ങനെ കഴിക്കണം ബണ്ണ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ബൺ ഹെയർ സ്റ്റൈൽ. ഇറ്റ്സ് എ ഹെയർ സ്റ്റൈൽ. അല്ലാതെ കെട്ടുന്ന സാധനം ഹെയർ ടൈ അല്ലെങ്കിൽ ബുഷ്. അറിയില്ല ഗൈസ്, ഞാൻ എങ്ങനെയാ പറയാ? മോയ്സ്ചറൈസർ.
Anyone who is cat safe and here I am. Not me. I love cat safe. പിന്നെ ക്ലിപ്പ് കിട്ടി ഗൈസ്. തിരശാമല്ല. നമുക്ക് ഈ ടേബിള് ക്ലീൻ ചെയ്യാം. എവിടെ തുടങ്ങും? ഉണ്ടല്ലോ ഈ കുഞ്ഞു ദിവസം 1000 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരിക്കും. ആ 1000 വട്ടം ഈ സൈഡില് കാലിടിക്കും. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അതുകൊണ്ട് കാലിന്റെ ഷേപ്പൊക്കെ പൊളിച്ച് ഇടയ്ക്ക് അവിടെയൊക്കെ നീല കളറാവും. ഞാൻ എവിടെ ഇടിച്ചേ? ഇതായിരിക്കും ഞാൻ ഡെയിലി കൊണ്ടുപോയി മൂല കൊണ്ടുപോയി എന്നും ഇടിക്കും. എന്നും ഇതെനിക്ക് എന്റെ ബർത്ത്ഡേക്ക് വെച്ച് ഗിഫ്റ്റ് ചെയ്ത ഒരു സെന്റഡ് കാൻഡിൽ. വാനില ആയിരുന്നു ഗൈസ്. ഐ ലവ് വാനില ഫ്ലേവർ സോ മച്ച്. അത് പറഞ്ഞിട്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാവും. ഇത് പൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ക്ലീൻ ചെയ്തപ്പോ എനിക്ക് എന്റെ റെഡ് ഓയിൽ പേസ്റ്റൽസ് കിട്ടി ഗൈസ്. ഇത് തപ്പി നടക്കാത്ത സ്ഥലമില്ല ഞാൻ. റെഡ് ഓയിൽ പേസ്റ്റൽസ് തപ്പി നടന്ന ഇപ്പൊ ഏതോ കളർ മിസ്സിംഗ് ആണല്ലോ. ഇനി ഇതേതാ? കിച്ചണിൽ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. കുറെ മാല, ഡിഫറെന്റ് വെറൈറ്റി ഓഫ് മാല. ഇത് ഇത് ഞാൻ വൈക്കത്തെ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന നല്ല രസമാണ്. ഇതെന്തേ? അത് ചേട്ടാ ചേച്ചിൻ്റെ ചേട്ട വയറിലുണ്ടെന്ന് കൊണ്ടുവന്ന് നല്ല വെറൈറ്റീസ് ഓഫ് കളർ ഓഫ് മാലകളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ നോട്ട്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഒരു വീക്കില് എന്തൊക്കെ നല്ല തിങ്സ് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഒരു ചെറിയ ചെറിയ പേപ്പേഴ്സ് ഉണ്ടോ അങ്ങനെ കീറിയിട്ട് നമ്മളതിൽ എഴുതി വെക്കും. എന്നിട്ട് ഈ ഒരു ഹോളിലൂടെ ഇടും. ഇതിൽ നമുക്കിങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായി ഒരു വീക്കില്, അങ്ങനെ ഇത് എന്തോരം വീക്സ് അറിയോ. എൻ്റെ ഉണ്ട് ഇതിൽ, ലച്ചുവിൻ്റെ ഉണ്ട്. അപ്പം ലിച്ചു ആകെ കുറച്ച് നാൾ കിട്ടും തോന്നുന്നല്ലേ. പിന്നെ എനിക്ക് നല്ല കാര്യമൊന്നും ഉണ്ടായില്ല ഗൈസ്. എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇടും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യമാണെന്നില്ല, നമുക്ക് ആ മെമ്മറീസ് തന്നെ കുറെ കാര്യം ഉണ്ടാവില്ല. ചിലപ്പോ നല്ല കാര്യം ഇടാനുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ എന്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് പപ്പാനി ക്യൂട്ട് പപ്പാനി മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് ചേച്ചി രാജസ്ഥാൻ പോയപ്പോ കൊണ്ടുവന്ന സാധനമാണ്. ദിസ് ഈസ് ഫ്രം അവിടെ നാട്ടിലത്തെ പള്ളിപ്പെരുന്നാൾ. കുട്ടിയോളം എനിക്ക് അങ്ങനെ ഇല്ല, വാങ്ങണം. നമ്മളെല്ലാം ബോക്സിലാക്കി പാക്കറ്റിലാക്കി വെക്കാണ്. നമ്മുടെ നെക്സ്റ്റ് ക്ലീൻ ചെയ്യാൻ പോർഷൻ ഇതാണ്. നമ്മുടെ കുറെ ബുക്കും സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. ബിഗ് സ്ലൈസ് പെൻ. അപ്പൊ ഇതിന്റെ കുപ്പി കുറെ കിട്ടും ഇവിടെ. മൈ ഡയറി. നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കരുത്. നമ്മൾ ഈ ബുക്കിൽ അങ്ങോട്ട് എഴുതി തീർക്കുക ദേഷ്യം. ഇതാണ് എൻ്റെ ഡയറി ഗൈസ്. കുഞ്ഞിന്റെ നടക്കാത്ത പോയ വിഷൻ ബോർഡാണ് ഗൈസ്. 2026 അവിടെ ഒട്ടിച്ച് വെച്ചേക്കാത്ത. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാണ് ഇത് കുഞ്ഞുന്റെ വിഷൻ ബോർഡ് അല്ല. ലൈക്ക് റാൻഡം ആയിട്ട് പിൻട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് എടുത്തിട്ട് ആരുടെയോ വിഷൻ ബോർഡിനെ എടുത്തിട്ട് അത് വെട്ടി അത് ഞാൻ കണ്ടതാ. എനിക്ക് പോയിന്റ്സ് മാത്രമല്ല. അതെ, പക്ഷെ വിഷൻ ഇല്ലാത്ത ബോർഡായിപ്പോയി. സോ അത് നോക്ക്, അതവിടെ ഒട്ടിച്ചു വെച്ചേക്ക. അത് എന്നും രാവിലെ ആകുമ്പം താഴെ ചാടും. എന്നും ഞാൻ എടുത്തിട്ട് പിന്നെ ഒട്ടിച്ചു വെക്കും. പക്ഷെ എന്നും രാവിലെ താഴെ ചാടുമ്പോ ഞാൻ പറയും ഗെറ്റ് ദിസ് ഷിറ്റ് ഓഫ്, ഇത് കുഞ്ഞുന്റെ അല്ല എന്ന് ഞാൻ പറയും. എന്നിട്ട് പിന്നെ നമ്മുടെ അടുത്ത് അവിടെ വെച്ച് കുറെ സാധനങ്ങൾ വൃത്തിയാക്കി. ഇനി ഒരുപാട് മീൻസ് ഈ മൂലൊക്കെ ഉണ്ടോ ഇവിടെ ക്ലീൻ ചെയ്യണം.
പിന്നെ ഞങ്ങളുടെ കബോർഡ് ക്ലീൻ ചെയ്യണം. ഒരുപാട് ക്ലോത്ത്സ് ഉണ്ട്, അതെല്ലാം അലങ്കോലം. ഹെർ ഈസ് ഓൾമോസ്റ്റ് ക്ലീൻ, പക്ഷെ എൻ്റെ അങ്ങനെയല്ല. ഇത് ഭയങ്കര മോശമായ സ്ഥിതിക്കാണ്. ഇത് ക്ലീൻ ചെയ്യണം, എനിക്ക് ക്ലീൻ ചെയ്യാം. ഒരാവേശത്തിന് ഫുള്ള് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയതാ. ഞാൻ മടുത്തു ഗൈസ്, മടുത്തു. കുറച്ചൊക്കെ ക്ലീൻ ചെയ്തു, എൻ്റെ ഓൾമോസ്റ്റ് ഒതുക്കി. പക്ഷെ ദ മെയിൻ പാർട്ട് ഈ ഫാൻ ക്ലീൻ ചെയ്യണം. പിന്നെ ആ മേളിൽ അവിടെ ഒരു സംഭവം ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം. പിന്നെ തറ തുടയ്ക്കണം, അടിച്ചു വരണം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മളിപ്പം കുളിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചു കഴിഞ്ഞു. ലച്ചു കുളിക്കുകയാണ്. നമുക്ക് റൂം ക്ലീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ബെഡ് റെഡിയാക്കണം. അപ്പം ബെഡ് റെഡിയാക്കിയിട്ട് കാണാം. കുളിച്ച് സുന്ദരപ്പനായി. സോ ഗൈസ്, ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. എത്ര മണിക്കൂർത്തെ എഫേർട്ടാ. അതെ, ഞങ്ങളൊരു പരിവായിരുന്നു. ആൻഡ് ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. റൂം കാണിച്ചു തരാം. ഇത്തിരി ബുദ്ധിമുട്ടി എടുത്ത വീഡിയോ ആണ്. ബുദ്ധിമുട്ടിയൊന്നുമില്ല, കാക്കയുടെ ചേക്കണ്ടല്ലേ. കാക്ക ഇരുന്നോട്ടെ, പാവം. വ്ലോഗിൽ വരാൻ പറ്റിയല്ലോ കാക്കയ്ക്ക്. കൺക്ലൂഷൻ പറ. ഞാൻ ബാക്കിയുണ്ട് ക്യാമറ. ഓക്കെ, സോ ക്യാമറമാൻ അനശ്വരയ്ക്കൊപ്പം ലക്ഷ്യ സൈനിങ് ഓഫ്. അടുത്ത വ്ലോഗിനായി വെയിറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.